No, she's nice. എങ്ങനെയാണ് മാഡം? വളരെ സ്ട്രിക്റ്റ് ആണോ? ഒട്ടും സ്ട്രിക്റ്റ് അല്ല, പാവമാണ്, ഭയങ്കര സപ്പോർട്ടിംഗ് ആണ്. മാഡം സപ്പോർട്ടിങ് അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം വഴക്ക് പറയും? ഇല്ല, ഒരിക്കലും വഴക്ക് പറയാറില്ല. അപ്പൊ നമ്മളുടെ തന്നെ സ്കൂൾ ഡേയ്സിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഇപ്പോൾ ലോകത്ത് പലരും സക്സസ്ഫുൾ ആയ ആളുകളുടെ ഒരു ബാക്ക് ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും 100 മാർക്ക് വാങ്ങിയതൊന്നല്ല നേതൃനിരയിൽ ഇരിക്കുന്നത്. പലപ്പോഴും ആവറേജ് കാരണം അതിന്റെ പുറകിൽ നിന്നവരാണ് ലോകത്തിലെ ഏറ്റവും നല്ല എന്റർപ്രണേഴ്സും ഏറ്റവും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ. പേടിയില്ലാത്തൊരു സമൂഹത്തെ നമുക്ക് എന്ന് സൃഷ്ടിക്കാൻ കഴിയുന്നോ അന്നാണ് ഈ ലോകത്ത് കുറ്റവാളികളില്ലാത്തൊരു ലോകം വരുള്ളൂ, അല്ലെങ്കിൽ ക്രൈംസ് കുറയുള്ളൂ. ഹൗ മച്ച് യു ആർ ഏബിൾ ടു സ്പീക്ക് യുവർ സെൽഫ്, ഹൗ മച്ച് യു ആർ ഏബിൾ ടു എക്സ്പ്രസ് യുവർ സെൽഫ്, അല്ലെങ്കിൽ നിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിന്റെ കോൺഫിഡൻസ് ലെവൽ, നിന്റെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ പഠിത്തത്തിൽ മാർക്ക് കുറഞ്ഞു അല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രക്ഷകർത്താക്കളും ബാക്കിയുള്ള അധ്യാപകരും ഒക്കെ ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രഷർ കൊടുത്ത് അവരുടെ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ച് കുഞ്ഞുങ്ങൾ നാട് വിട്ടു പോകുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരു പരിധിവരെ മിക്കവാറും അപൂർവം ചില സ്കൂളുകൾ ഒഴികെ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു അപൂർവം ചില സ്കൂളുകളിലൊന്നാണ് തിരുവനന്തപുരത്തുള്ള ശബരിഗിരി സ്കൂൾ. ആ സ്കൂളിലെ പ്രധാന അധ്യാപികയാണ് ശ്രീമതി പേരെന്താ? റസീന കടയങ്ങ്. റസീന എന്ന് പറയുന്ന ഈ പ്രധാന അധ്യാപിക തൻ്റെ കുഞ്ഞുങ്ങളെ പെറ്റ അമ്മ നോക്കുന്നത് പോലെ പോറ്റമ്മയായിട്ട് കുഞ്ഞുങ്ങളെ പരിപാലിച്ച് അവരുടെ മറ്റുള്ള ആക്ടിവിറ്റീസിൽ അവരുടെ കലാപരമായിട്ടും അല്ലെങ്കിൽ കായികപരമായിട്ടുമുള്ള കഴിവുകളെ ഉണർത്തിക്കൊണ്ടുവന്ന് അവരെ സമൂഹത്തിൻ്റെ ഉന്നതികളിലേക്ക് എത്തിക്കാൻ അഘോരാത്രം ശ്രമിക്കുന്ന ഒരു വനിതാ രത്നമാണ് ശ്രീമതി റസീന. എങ്ങനെയാണ് ഇവിടുത്തെ കുട്ടികളിലുള്ള ബാക്കിയുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസ് പഠിത്തമല്ലാതെ മാഡത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഒരു വിഷൻ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പം തുടക്കം തന്നെ പറയണത് ഹാപ്പി മോർണിംഗ് എന്ന് പറയണം. നമ്മളിവിടെ ആര് വരികയാണെങ്കിലും ഒരു ഹാപ്പി മോർണിംഗ്, ഹാപ്പി ആഫ്റ്റർനൂൺ, ഹാപ്പി ഈവനിങ്, ഒരു സന്തോഷമുള്ള ഒരു സമൂഹത്തെ ആയിരിക്കണം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും വാർത്തെടുക്കേണ്ടത്. സോ ഈ സന്തോഷം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മളുടെ പാരൻസ്, അച്ഛനും അമ്മയും നന്നാവണം എന്നാണ് സാധാരണ ഞാൻ പറയുക. കാരണം റോങ് പാരൻറ്റിങ്ങിൻ്റെ വിക്ടിംസ് ആണ് ഇപ്പോഴത്തെ കുട്ടികളെല്ലാവരും. അനാവശ്യമായ പ്രഷറാണ്. ഇപ്പോൾ ഒരു 2ാം ക്ലാസ്സിലെ കുട്ടി ഒരു പരീക്ഷ മിസ്സായാൽ, അല്ലെങ്കിൽ 3ാം ക്ലാസ്സിലെ കുട്ടി ഒരു പരീക്ഷ എഴുതിയില്ലെങ്കിൽ പോലും കൂടുതൽ ടെൻഷൻ അമ്മയ്ക്കും അച്ഛനാണ്. സോ കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നത് തന്നെ പരീക്ഷയെ പേടിക്കാനും മാർക്ക് കുറഞ്ഞാൽ അച്ഛനും അമ്മ എന്ത് പറയും എന്നുള്ള പേടികൾ കൊണ്ടാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ അധ്യാപകരോട് എപ്പോഴും പറയും, പേടിയില്ലാത്തൊരു സമൂഹത്തെ നമുക്ക് എന്ന് സൃഷ്ടിക്കാൻ കഴിയുന്നോ അന്നാണ് ഈ ലോകത്ത് കുറ്റവാളികളില്ലാത്തൊരു ലോകം വരുള്ളൂ, അല്ലെങ്കിൽ ക്രൈംസ് കുറയുള്ളൂ. കാരണം ഈ ആൻസൈറ്റിയും പേടിയുമാണ് സമൂഹത്തെ ഇത്രയും മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നത്. പിന്നെ നമ്മളിവിടെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ സ്വന്തം കഴിവിനെ കുട്ടിക്ക് മറച്ചു വെക്കേണ്ട ഒരു അവസ്ഥയെ കാണുന്നത്. അതിന് നേരെ ഒരു ആ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുപോകുന്നത്. നമ്മൾ പറയും 2 ക്ലാസ്സോ 2 പീരീഡോ നീ കട്ട് ചെയ്തോ, നിൻ്റെ ഒരു സയൻസ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ റോബോട്ടിക്സ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഡാൻസ് ക്ലാസ്സിന്, നമുക്കത് പ്രശ്നമല്ല. നമ്മൾ കുട്ടികളോടേ പറയുന്നുണ്ട് നോ പ്രോബ്ലം. എന്ത് വന്ന് ചോദിച്ചാലും നമ്മൾ പറയുന്നത് മാഡം അത് എന്നോട് പലപ്പോഴും കുട്ടികളോട് ചോദിക്കുക പ്രശ്നമാകുമോ എന്നാണ്. സോ ഐ യൂസ് ടു ടെൽ ദം ലൈക്ക് ഈ പ്രശ്നമാകുമോ എന്നുള്ള ചോദ്യം മാറ്റിക്കൂടെ. കാരണം നമ്മൾ ഈ ഓരോ വാക്കുകളിലേക്ക്, മലയാളത്തിലുള്ള ഓരോ വാക്കുകളിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നിയിട്ടുണ്ട് ഈ വാക്കുകളെല്ലാം നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന്, അധ്യാപകരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നൊക്കെ കേട്ട് പഠിക്കുന്നതാണ്. ഈ കേട്ട് പഠിക്കുന്ന വാക്കുകളാണ് അവർക്ക് പിന്നെ മെൻ്റലി ഒരു ആരോഗ്യമുള്ള ഒരു മാനസികാവസ്ഥ കൊടുക്കാത്തത്, ഇത്രയും ആങ്സൈറ്റിയും സ്ട്രെസ്സൊക്കെ കൊടുക്കുന്നത്. 1 or 2 മാർക്ക് കുറഞ്ഞുകൊണ്ട് ഒരു ആവറേജ് മാർക്ക് ആയതുകൊണ്ട് ഒരു കുട്ടി സക്സസ്ഫുൾ ആവില്ല എന്നുള്ള വിശ്വാസം നമുക്കില്ല. അപ്പം നമ്മളുടെ തന്നെ സ്കൂൾ ഡേയ്സിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഇപ്പോൾ ലോകത്ത് പലരും സക്സസ്ഫുൾ ആയ ആളുകളുടെ ഒരു ബാക്ക് ഹിസ്റ്ററി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. എല്ലാവരും 100 മാർക്ക് വാങ്ങിയതൊന്നല്ല നേതൃനിരയിൽ ഇരിക്കുന്നത്. പലപ്പോഴും ആവറേജ് കാരണം അതിൻ്റെ പുറകിൽ നിന്നവരാണ് ലോകത്തിലെ ഏറ്റവും നല്ല എന്റർപ്രണേഴ്സും ഏറ്റവും നല്ല പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇത്തരം എക്സാമ്പിൾസ് കോട്ട് ചെയ്തിട്ട് പറയും. കാരണം മാർക്കല്ല ഇമ്പോർട്ടൻറ്റ്, ഹൗ മച്ച് യു ആർ ഏബിൾ ടു സ്പീക്ക് യുവർ സെൽഫ്, ഹൗ മച്ച് യു ആർ ഏബിൾ ടു എക്സ്പ്രസ് യുവർ സെൽഫ്, അല്ലെങ്കിൽ നിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നിൻ്റെ കോൺഫിഡൻസ് ലെവൽ, നിൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കില്ല്, ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്, ഇതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് പറഞ്ഞു കൊടുക്കുക. നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ സോഷ്യൽ സർവീസ് ക്ലബിൽ നമ്മുടെ കുട്ടികളാണ് ഇവിടെ ജംഗ്ഷനിൽ 8-10 കടയിൽ പേപ്പർ ബാഗ് കൊടുക്കുന്നത് മന്ത്ലി. അതൊരു ഓൺഗോയിങ് പ്രൊജക്റ്റാണ്.
അതൊരു കുട്ടി 5 പേപ്പർ ബാഗ് ഒരു മാസം കൊണ്ടുവരണം. അത് പഴയ ന്യൂസ് പേപ്പർ കൊണ്ടാണ് അവരുണ്ടാക്കുന്നത്. അതെന്തിനാ വെച്ചാൽ മൊബൈൽ സ്ക്രോളിങ് ടൈമില്ലേ, ഇപ്പോൾ കുട്ടികൾ കൂടുതലും കുത്തിയിരിക്കുവാണല്ലോ ഇതിനകത്ത്. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവർക്ക് മാൻഡേറ്ററി ആണ്. അവർക്കിതിന് എക്സ്ട്രാ മാർക്സ് ഉണ്ട്. നമ്മളൊരു പരീക്ഷയുടെ മാർക്ക് ഇടുമ്പം ഈ ആക്ടിവിറ്റിക്കെല്ലാം മാർക്ക് ഇടും. നമ്മൾക്കിവിടെ ഒരു പ്രത്യേകത ഈ വർഷമാണ് നമ്മളത് തുടങ്ങിയത്. ഓരോ കുട്ടിയും അവരവരുടെ പിറന്നാൾ വരുമ്പോൾ, ബർത്ത്ഡേ വരുമ്പോൾ ഒരു റോസ് പ്ലാന്റ് സ്കൂളിൽ കൊണ്ടുവരണം എന്നുള്ളത്. നമ്മളത് കുട്ടികളോട് ചർച്ച ചെയ്ത് നമുക്കൊരു ചാച്ചാജി പാർക്ക് ഉണ്ടാക്കിയാലോ, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്താലോ എന്ന് ചോദിച്ചു. കാരണം ഓരോ കുട്ടിയും ഇൻവോൾവ് ആണ്. അപ്പോഴാണ് അവിടെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ ആ സ്കില്ല് അവനിലേക്ക് എത്തുള്ളൂ. അങ്ങനെ കൊണ്ടുവന്ന പ്ലാന്റ് എല്ലാം നട്ട് നമ്മളിവിടെ റോസ് ഗാർഡൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ നവംബർ 14-ാം തീയതി നമ്മൾ ഓപ്പൺ ചെയ്തു. മാതൃഭൂമിയിൽ അതിന്റെ ന്യൂസും ഉണ്ടായിരുന്നു. അത് നമുക്കൊന്ന് കാണാമോ? ചാച്ചാജി പാർക്ക് നമുക്കൊന്ന് കാണാമോ? കാണാൻ പറ്റും. ഇതുപോലെ കുഞ്ഞുങ്ങളെ എന്നെ അധ്യാപകർ പഠിപ്പിച്ചത് നല്ല ഗുരുക്കന്മാരെയാണ് ദൈവം സഹായിച്ച് എനിക്ക് ഞാൻ കിട്ടിയിട്ടുള്ളത്. ഇവരുടെ കൂടെ ഇവിടെ ഗ്രൗണ്ടിൽ കളിക്കണം വൈകുന്നേരം, ജോലി കഴിഞ്ഞിട്ട് ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിൽ. അതൊരു ഫ്രീ ടൈമിൽ ചെയ്യുന്നതാണോ? അല്ല, I have some hostel kids and most of them are divorced families, so I really wanted to support them. ആ ഒരു മദർലി ലവ് കൊടുക്കാനും അവർക്കൊരു ഫ്രണ്ട് പോലെ തോന്നണം. Then they will share their problems, that is I'm playing with them evening. മണ്ണവൻ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ട് വീട്ടിൽ പോകും. ഇത് സസ്റ്റൈനബിൾ പാർക്കാക്കാനുള്ള ഒരു പ്ലാനും കൂടി ഉണ്ട്. ഈ പഴയ ടയർ ഇപ്പം നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് വെച്ചിട്ട് ഇവിടെ കുറച്ച് ടേബിൾസും കുറച്ച് ചെയേഴ്സൊക്കെ ഉണ്ടാക്കും. സോ എനിക്ക് അതിനീട് ലേബറർ ഫോർ ദാറ്റ് ഞാൻ വെയിറ്റിംഗ്. ഞാൻ വന്ന് തന്നെ ചെയ്യണം. സോ ഇതിനെ കംപ്ലീറ്റ് നമ്മൾ അടുത്തൊരു ഇതാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ സൈഡെല്ലാം സാറ് പെയിൻറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. ആൻഡ് അവർ പ്ലാൻ ഈസ് ടു ഡ്രോ പിക്ചേഴ്സ്. എനിക്ക് നല്ല ആർട്ടിസ്റ്റുകൾ ഇവിടെയുണ്ട്, അവരെന്നെ വരയ്ക്കണം. കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഇത് വരയ്ക്കാനുള്ള പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പെയിൻറ്റിങ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ സാറ് പെയിൻറ്റ് ചെയ്ത് തരാൻ പറഞ്ഞു. നമ്മളിവിടെ നല്ല ഒന്നാന്തരം വാളി ആർട്ടും അതുപോലെ മധുബനി ഇന്ത്യൻ ആർട്ടുകളുണ്ടല്ലോ, അതിൻ്റെ ഓരോരോ ഏരിയ ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കണം. പിന്നെ ഇതുപോലത്തെ പഴയ സാധനം വെച്ചിട്ട് എല്ലാം നമ്മളിതൊക്കെ കളയുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഈ പാർക്കിൽ കുറച്ച് ഇരിക്കാനും അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഈ സ്കൂളിൻ്റെ എല്ലാമായ ഈ പ്രധാന അധ്യാപിക റസീനയും അവരുടെ വലം കൈയായിട്ട് നിൽക്കുകയാണ്. ഗാർഡനറാണ് ഇവിടുത്തെ. അല്ല, ഞാനിവിടെ ആന്റിയാണ്. കുട്ടികളുടെ ആന്റിയുടെ പ്രധാന വിനോദം എന്താണ്? ഇല്ല, ഞാൻ ബസ്സിൽ പോവും, അവരുടെ കൂടുതലും ചിലവഴിക്കും. പിന്നെ ഇവിടെ ക്ലീനിങ് ആയിട്ട് നിൽക്കുകയാണ്. 4 വർഷത്തോളമായി ഇവിടെ നിൽക്കുന്നു. 4 വർഷത്തോളമായിട്ട് നിന്ന് ഇവിടുത്തെ ഇവരെ ചാച്ചാജി പാർക്കിനെയൊക്കെ സംരക്ഷിക്കുന്നത് നിങ്ങൾ തന്നെയാണ്? ഇവിടെ ഗാർഡനർ പറയും, വെള്ളമൊക്കെ ഒഴിക്കുന്നത് ഞാനാണ്. എന്തായാലും സ്വന്തം കുഞ്ഞുങ്ങളെ, മറ്റുള്ള രക്ഷിതാക്കളുടെ കുഞ്ഞുങ്ങളെ, മാതാപിതാക്കൾ വേർപിരിഞ്ഞ് താമസിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളെയും എല്ലാവരെയും തന്നെ സ്വന്തം വയറ്റിൽ പിറന്ന കുഞ്ഞുങ്ങളെ പോലെ നോക്കുകയും അവർക്ക് വേണ്ട കറക്റ്റ് ഗൈഡൻസ്, അവർക്ക് എന്താണോ വേണ്ടത് അത് കൃത്യമായിട്ട് കൊടുക്കാനും സർവേശ്വരൻ ഈ റസീന എന്ന് പറയുന്ന ശബരിഗിരി ഇൻ്റർനാഷണൽ സ്കൂളിലെ ഈ പ്രധാന അധ്യാപികയ്ക്ക് സർവേശ്വരൻ ആയുസ്സും ആരോഗ്യവും ഒക്കെ ഇനിയും ദീർഘനാൾ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു.